ഈശോയ്ക്ക് 33 വർഷത്തെ ജീവിതം മാത്രമല്ല ഉള്ളത്. അനാദി മുതലേ പുത്രനുണ്ട്, പിതാവിന്റെ കൂടെ പുത്രനുണ്ട്. ഈശോയുടെ ജീവിതത്തിന്റെ ആദ്യ ഭാഗം എവിടെയാണെന്ന് ചോദിച്ചാൽ അനാദി മുതൽ പിതാവായ ദൈവത്തോടൊപ്പമുള്ള പുത്രൻ, പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമൻ. അവിടുന്ന് മനുഷ്യാവതാരം ചെയ്തു. അതാണ് 33 വർഷം. മനുഷ്യാവതാരം ചെയ്തു, നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് കാൽവരിയിൽ യാഗമായി മരിച്ചു, ഉദ്ധാനം ചെയ്തു. അതിനുശേഷം ഈശോയോടാ പോയി. മൂന്നാമത്തെ ഘട്ടം, പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. പിന്നെ ഒരു 4ാമത്തെ ഘട്ടമുണ്ട്. അതെവിടെയാ? നിങ്ങൾ എന്നാ പറയും? ഈശോ ഇപ്പൊ എവിടാ? ഈശോ ഇപ്പൊ എവിടാ? സ്വർഗത്തിൽ കാണുമായിരിക്കും എന്നാണ് പറയുന്നത്. ഈശോയുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ ഘട്ടം ആരംഭിച്ചത് പന്തക്കുസ്താ തിരുനാളിലാണ്. സഭയുടെ ജനനത്തിലൂടെ കർത്താവ് സഭയിലാണ്. ഈശോയുടെ ശരീരം എന്തുവാ? സഭയാണ്. മിശിഹായുടെ ശരീരം. മിശിഹായുടെ ശരീരം സഭയാണ്. ആ ശരീരത്തിന്റെ ശിരസാരാണ്? മിശിഹായാണ്. അവയവങ്ങൾ ആരാണ്? നമ്മളാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈശോ എവിടാണെന്ന് ചോദിച്ചാൽ ഈശോ സഭയിലാണ്. അത് നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കണം. എൻ്റെ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു ഉയർത്തങ്ങ് പോയ ആളല്ല. ഇന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ കൂടെയുള്ളവനാണ്. അത് സഭയിലാണ്. അതുകൊണ്ടാണ് സഭയിൽ എനിക്ക് കൂദാശകൾ നൽകപ്പെട്ടിരിക്കുന്നത്. കൂദാശകളിലൂടെ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. കൂദാശകളിലൂടെ മാത്രമേ എനിക്ക് എൻ്റെ കർത്താവിനെ അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. കൂദാശകൾ എന്തുകൊണ്ട് സ്വീകരിക്കണമെന്ന് ചോദിച്ചാൽ രക്ഷയെ സ്വീകരിക്കാൻ, രക്ഷയിലേക്ക് കടന്നു വരണമെങ്കിൽ എനിക്ക് കൂദാശകൾ മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കൂദാശകൾ സ്വീകരിക്കേണ്ടത്. ഞാൻ വീട്ടിൽ ഇരുന്ന് കുർബാന കണ്ടാൽ പോരെ, TV-ക്കകത്ത് കണ്ടാൽ പോരെ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം, മോനെ നീ എന്തെല്ലാം പറഞ്ഞ് നിന്റെ തലച്ചോറിനെ തൃപ്തിപ്പെടുത്തിയാലും നീ രക്ഷപ്പെടണമെങ്കിൽ കൂദാശ സ്വീകരിക്കണം. ഈശോയെ തൊട്ടറിഞ്ഞ് നിന്റെ നാവിൽ അലിയുന്ന കുഞ്ഞപ്പമായി കർത്താവ് കടന്നു വരുന്ന അനുഭവമാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് ആ കുർബാനയോടുള്ള ഒരു വലിയ സ്നേഹത്തിൽ നമ്മൾ വളരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭയെന്ന് പറയുന്നത് ചുമ്മാ കുറേ അച്ഛന്മാരും കന്യാസ്ത്രീകളും അൽമായക്കാരും എല്ലാവരും കൂടെ കൂടുന്ന ഒരു ക്ലബ്ബല്ല, ഒരു സംഘടനയല്ല. മാമോദീസ എന്ന് പറയുന്ന ഈ സംഘടനയിൽ അംഗത്വം എടുക്കുന്ന പരിപാടിയല്ല. ഈശോയുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഓരോ പരിശുദ്ധ കുർബാനയിലും ഈശോയുടെ ശരീരം സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരേ ഒരു മറുപടി, ബിക്കോസ് വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. എന്തുകൊണ്ടാണ് ഞാൻ ഈശോയുടെ ശരീരം സ്വീകരിക്കുന്നത്? കാരണം സഭ ഈശോയുടെ ശരീരമാണ്. ഞങ്ങൾ ഈശോയുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. അതുകൊണ്ടാണ്. ആ ഒരു വലിയ ആ ബോധ്യത്തിൽ മക്കളെല്ലാവരും വളരണം. എവിടെ ചെന്നാലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം.